വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 8, 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. യഹൂദർക്ക് മുന്നറിയിപ്പ്. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ യഹൂദർ പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നല്ലോ. അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? അവൻ പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും. നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ്, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പോൾ അവർ ചോദിച്ചു, നീ ആരാണ്? യേശു പറഞ്ഞു, ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട്. എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടത്തെ അധരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു. പിതാവിനെ കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയാണെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. എന്നെ അയച്ചവൻ എന്നോടുകൂടെയുണ്ട്. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഇത് കേട്ടപ്പോൾ വളരെ പേർ അവനിൽ വിശ്വസിച്ചു. വക്രതയും കാപട്യവും സത്യം ഗ്രഹിക്കുന്നതിനുള്ള തടസ്സം. യഹൂദ ജനത വർഷം തോറും സാഘോഷം കൊണ്ടാടുന്ന ഒരു തിരുനാളാണ് കൂടാര തിരുനാൾ. ഈ തിരുനാളിന്റെ പ്രധാനപ്പെട്ട ദിവസം പ്രധാനപ്പെട്ട ഒരു വേദിയിൽ യേശു ഇന്നേ വരെ ലോകത്തിൽ ആരും നടത്തിയിട്ടില്ലാത്തൊരു പ്രസ്താവന നടത്തുകയാണ്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നതാണ് ആ പ്രസ്താവന. യേശു തുടർന്ന് അന്ന് തിരുനാളിന് വന്ന ജനങ്ങളോട് സാമാന്യം സുദീർഘമായി തന്നെ സംസാരിക്കുന്നു. യേശു പറയുന്നു, ഞാൻ ഇവിടത്തെ എന്റെ ജീവിതം അവസാനിപ്പിച്ച് എന്നെ അയച്ചവന്റെ പക്കലേക്ക് പോകുന്നതിനുള്ള സമയം അടുത്തു കഴിഞ്ഞു. ഈ സമയത്തിന് വേണ്ടി നിങ്ങൾ മറ്റുള്ളവരുടെ പ്രേരണയാൽ എനിക്കെതിരായിട്ട് എല്ലാ കരുനീക്കങ്ങളും നടത്തുന്നു എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ല. എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ പ്രവർത്തിക്കുന്നതും അവന്റെ ഇഷ്ടമനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നതും. ആ അയച്ചവൻ എന്റെ കൂടെയുണ്ട്. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന വക്രതയും കാപട്യവും നിമിത്തം നിങ്ങൾക്ക് അവിടേക്ക് വരാൻ സാധിക്കുകയില്ല. നിങ്ങൾ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങൾ പാപത്തിൽ തന്നെ നശിക്കാൻ ഇടവരും. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നില്ല. ഇത്രയും യേശു പറഞ്ഞ് അവസാനിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന യഹൂദന്മാരുടെ ഇടയിൽ വളരെ വലിയ ചിന്താകുഴപ്പങ്ങളാണ് ഉണ്ടായത്. ചില ആളുകൾ പറഞ്ഞു, ഇവൻ എന്താണ് ഈ സംസാരിക്കുന്നത്? ഇവൻ എവിടേക്കാണ് പോകുന്നത്? ഇവൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണോ? എന്താണ് ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് നിങ്ങൾ പാപത്തിൽ മരിക്കും എന്ന് പറഞ്ഞതിന്റെ പൊരുള്? നീ ആരാണ് എന്ന് അവർ യേശുവിനോട് ചോദിക്കുകയാണ്. യേശു അതിനുത്തരമായിട്ട്, ഞാൻ ആരാണെന്ന് ആരംഭം മുതലേ നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങൾ അത് ഗ്രഹിക്കാൻ പ്രാപ്തരല്ല. ഇനി ഞാൻ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ ആരാണെന്ന് നിങ്ങൾ ഗ്രഹിക്കും.
യേശു തന്റെ ഗാഗുൽത്താ മലയിലുള്ള കുരിശുമരണത്തെ സംബന്ധിച്ചാണ് അവരോട് സംസാരിച്ചത്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രാപ്തി ആ വക്രതയും കാപട്യവും നിറഞ്ഞ മനസ്സിനെ ഇല്ലാതിരുന്നതുകൊണ്ട് അവരിൽ പലരും ചിന്താകുഴപ്പത്തിലായി. എന്നാൽ ചിലർ യേശുവിന്റെ വാക്കുകൾ സാഗൂതം വീക്ഷിച്ച് യേശുവിന്റെ ആധികാരികവും എന്നാൽ മനം നൊന്തും ഉള്ള വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിനോട് കൂടെ ചേർന്നു നിന്നു എന്ന് സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ നമ്മോട് പറഞ്ഞു തരികയാണ്. യോഹന്നാൻ പിതാവിന്റെ പക്കലേക്ക് പോകുന്ന യേശുവിനെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ആ യേശുവിനെ നമ്മുടേതായിട്ട് ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങേണ്ട കടമ മക്കളായ നമുക്കുണ്ട്, തന്റെ അനുയായികളായ നമുക്കുണ്ട് എന്ന സത്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയല്ലേ ഇന്നത്തെ സുവിശേഷത്തിലൂടെ എന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ പിതാവിന്റെ പക്കലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനുള്ള ഒരുക്കമാണ് ഈ അവസരത്തിൽ നമുക്കുണ്ടാകേണ്ടത് എന്ന് പരോക്ഷമായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആത്മാർത്ഥതയോടുകൂടെ ആ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ കൈക്കൊള്ളാൻ, ആ യേശുവിനെ വികാര തീവ്രതയോടുകൂടി തന്നെ സ്നേഹഭാവത്തോടുകൂടി തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്താൻ ആത്മാർത്ഥമായിട്ട് നിർമ്മല ഹൃദയത്തോടുകൂടെ നമുക്ക് ശ്രമിക്കാം.